ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 2ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് നോക്കാം. ഓക്കെ, എന്താ യൂണിറ്റിൻ്റെ പേര് നോക്കൂ. എ പീസ് ഓഫ് കേക്ക്. എന്താണ്? എ പീസ്, PIECE, പീസ് ഓഫ് കേക്ക്. ഒരു കേക്കിൻ്റെ ഒരു കഷ്ണം. ഓക്കെ, അതാണ് പാഠത്തിൻ്റെ പേര്. ഓക്കെ, നോക്കിയേ. ലിസൺ ടു യുവർ ടീച്ചർ. അവിടെ നോക്കൂ. ദ മദർ എലിഫൻറ്റ് ലുക്ക്ഡ് സാഡ്. അമ്മ എലിഫൻറ്റും പിന്നെ ഒരു അച്ഛൻ എലിഫൻറ്റും പിന്നെ ഒരു ബേബി എലിഫൻറ്റ് അല്ലേ, കുട്ടി എലിഫൻറ്റാണ് ഉള്ളത്. അതിൽ അമ്മ എലിഫൻറ്റ്, ദ മദർ എലിഫൻറ്റ് ലുക്ക്ഡ് സാഡ്. അമ്മ ആനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. വൈ ഈസ് ദ മദർ എലിഫൻറ്റ് സാഡ്? എന്തുകൊണ്ടായിരിക്കും അമ്മ ആനയ്ക്ക് എത്ര സങ്കടം ഉണ്ടാവുക? നോക്ക്, എന്താ ബേബി എലിഫൻറ്റ് പറയുന്നത് നോക്കിയേ. ലുക്ക്, മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. നോക്കി, അമ്മയ്ക്ക് ഭയങ്കര തടിച്ച വയറുണ്ട് എന്ന് പറഞ്ഞല്ലേ ബേബി എലിഫൻറ്റ്. അപ്പോഴേക്കും അമ്മ എലിഫൻറ്റിന് ഭയങ്കര സങ്കടമായി. ഐ ആം വെരി ഫാറ്റ്. എന്താ പറഞ്ഞേ? ഐ ആം വെരി ഫാറ്റ്. ഞാൻ ഭയങ്കര തടിച്ചിട്ടാണെന്ന് അമ്മ എലിഫൻറ്റിന് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ അച്ഛൻ എലിഫൻറ്റ് പറയലാണ്, ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. നീ അത്ര തടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. നീ അത്ര തടിച്ചിട്ടൊന്നും അല്ല എന്ന് അച്ഛൻ എലിഫൻറ്റ് അമ്മ എലിഫൻറ്റിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ. അപ്പം അത് കേട്ടോണ്ട് നോക്കിയേ, വേറെ 2 മക്കളും കൂടി അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ. ബേബി എലിഫൻറ്റ്, ഏറ്റവും കുഞ്ഞ് എലിഫൻ്റാണ് പറഞ്ഞത് അമ്മ തടിച്ചിട്ടാണ്. മറ്റു 2 മക്കളും എന്താ പറയുന്നത് നോക്കി. മോം യു ആർ സ്ട്രോങ്. അമ്മ നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. നല്ല ഉഷാറല്ലേ, എൻ്റെ അമ്മയ്ക്ക് നല്ല ധൈര്യമല്ലേ, സ്ട്രോങ് ആണല്ലേ, എന്താണ് വളരെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞ ഒരു എലിഫൻറ്റ്, കുട്ടി എലിഫൻറ്റ്. മറ്റേ കുട്ടി എലിഫൻറ്റ് എന്താ പറഞ്ഞത് നോക്കി. യു ആർ ക്യൂട്ട് ടു. അമ്മേനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു. യു ആർ ക്യൂട്ട്. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറഞ്ഞു അല്ലേ. ഇനി നോക്കൂ. ദ മദർ എലിഫൻറ്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ എലിഫൻറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. കം ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഷീ കോൾഡ് ഔട്ട്. അമ്മ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, വാ എല്ലാവരും വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് ഒച്ചത്തിൽ അമ്മ എലിഫൻറ്റ് വിളിച്ച് പറഞ്ഞു. ഇനി നോക്ക്, ലെറ്റ്സ് റീഡ്. ഓക്കെ, ഇനി വാട്ട് ഡിഡ് ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. വാട്ട് ഡിഡ് ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അവരെന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്? അത് നമുക്കറിയില്ല, നമുക്ക് നോക്കാമല്ലോ താഴെ നോക്കൂ. ലെറ്റ്സ് റീഡ്. ഓൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇരുന്നു. വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം ആസ്ക്ഡ് ലൂക്ക്. ലൂക്ക് എന്താ ചോദിച്ചത്? ലൂക്ക് എന്താണ് ചോദിച്ചത്? വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്? ആസ്ക്ഡ് ലൂക്ക്. വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. നമുക്ക് എന്താ ഉള്ളത്? കോക്കനട്ട്, തേങ്ങയും ഷുഗർ കെയിനും. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പാണ് മക്കളെ കേട്ടോ. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കോക്കനട്ട്, തേങ്ങയും ഷുഗർ കെയിനും കരിമ്പുമാണ് ഉള്ളതെന്ന് അമ്മ പറഞ്ഞു. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. എന്താ പറയുന്നത്? നോ മോർ കേക്ക്സ്. ഇന്ന് മുതൽ കേക്ക്സും ഇല്ല ബിസ്ക്കറ്റ്സും ഇല്ല. ഓക്കെ, നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇന്ന് മുതൽ കേക്കും ഇല്ല ബിസ്ക്കറ്റ്സും ഇല്ല. സെഡ് ദ മദർ എലിഫൻറ്റ്. അമ്മ എലിഫൻറ്റ് പറഞ്ഞു. ബട്ട് വൈ? ദ ബേബി എലിഫൻറ്റ് ആസ്ക്ഡ് സാഡ്ലി. അപ്പോൾ ബേബി എലിഫൻറ്റ് എന്താ ചോദിക്കുന്നത്? കുട്ടി എലിഫൻറ്റ് എന്താ ചോദിക്കുന്നത്? പക്ഷേ എന്താ അമ്മ ഇല്ലാത്തത്? ബട്ട് വൈ? ദ ബേബി എലിഫൻറ്റ് സങ്കടം വന്നു അല്ലേ. അയ്യോ, ഇനി ചോക്ലേറ്റും ബിസ്ക്കറ്റൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ബേബി എലിഫൻറ്റ് സങ്കടം വന്നു. വി ആർ ഓൾ ഫാറ്റ്. നമ്മളെല്ലാവരും ഭയങ്കര തടിച്ചിട്ടാണ്. വി ഹാവ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. നമുക്ക് കുറച്ച് ഫുഡ് കഴിച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്ത് വേണം? തടി കുറയ്ക്കണം അല്ലേ. വി ഹാവ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. ദ മദർ എലിഫൻറ്റ് റിപ്ലൈഡ്. ദ മദർ റിപ്ലൈഡ്. അമ്മ പറഞ്ഞു, നമുക്ക് കുറേ ഫുഡ് കുറച്ചിട്ട് നല്ലോണം എക്സസൈസ് ചെയ്യണമെന്ന് അമ്മ എലിഫൻറ്റ് പറഞ്ഞു. വിൽ ദേ അഗ്രി വിത്ത് മോം? അവരെല്ലാവരും അഗ്രി ചെയ്യും അമ്മയോട് പറയുന്നത്? ചെയ്യുമായിരിക്കുമോ? ഓക്കെ, നോക്കൂ. ദ എലിഫൻറ്റ് കിഡ്സ് വെൻറ്റ് ടു സ്കൂൾ. ഇൻ ദ ഈവനിങ് ദേ കെയിം ബാക്ക്. കുട്ടികൾ, എലിഫൻറ്റിൻ്റെ മക്കൾ 3 ആളും എന്താണ് സ്കൂളിലേക്ക് പോയി. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം അവർ തിരിച്ചു വന്നു. വാട്ട് ഡിഡ് യു യൂഷ്വലി ഡു ആഫ്റ്റർ സ്കൂൾ? നിങ്ങൾ എന്താ ചെയ്യുക? വാട്ട് ഡു യു യൂഷ്വലി ഡു ആഫ്റ്റർ സ്കൂൾ? നിങ്ങൾ എന്താ സ്കൂൾ വിട്ട് വന്നാൽ എപ്പോഴും ചെയ്യാറ്, ദിവസം എന്താ ചെയ്യാറ് നിങ്ങളോട് ചോദിക്കലാണ്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യാറെന്ന് എല്ലാവരും പറഞ്ഞ കേട്ടോ, എല്ലാവരും പറയണേ. ഇനി നമുക്ക് ഈ എലിഫൻറ്റിൻ്റെ മക്കൾ എന്താ ചെയ്യുന്നത് നോക്കാമല്ലോ. മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ ആസ്ക്ഡ് ബ്രൗൺ ദ എൽഡസ്റ്റ്. ആനക്കുട്ടികളുടെ ഏറ്റവും മൂത്ത ആളാരാണ്? ബ്രൗൺ ആണ്. ഓക്കെ, BROWN, ബ്രൗൺ എന്ന് പറഞ്ഞ ആനക്കുട്ടി ചോദിച്ചു, അമ്മേ ഞങ്ങൾ കുറച്ച് നേരം TV കണ്ടോട്ടെ, ക്യാൻ വി വാച്ച് ടെലിവിഷൻ? അപ്പോൾ അമ്മ എന്താ പറയുന്നത്? നോ ടൈം ഡിയേഴ്സ്, പുട്ട് യുവർ ബാഗ്സ് ഡൗൺ ആൻഡ് ഫോളോ മീ. അയ്യോ, TV കാണാനൊന്നും സമയമേ ഇല്ല മക്കളെ,
പുട്ട് യുവർ ബാഗ്സ് ഡൗൺ. ബാഗൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. വി ആർ ഗോയിങ് ഫോർ എ റൺ. നമ്മൾ ഓടാൻ പോകലാണ്. എന്തിനാ പോകുന്നത്? ജോഗ് ചെയ്യാൻ, ഓടാൻ വേണ്ടി പോകലാണ് എന്ന് പറഞ്ഞു. ലുക്ക്, വി ആർ ഗെറ്റിംഗ് പ്രെറ്റി ഹെവി. നോക്ക്, നമ്മൾ റിയലി ഭയങ്കരമായിട്ട് തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രെറ്റി ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണെന്നാണ് അർത്ഥം കേട്ടോ. വി ആർ ഗെറ്റിംഗ് പ്രെറ്റി ഹെവി, നമ്മൾ വല്ലാണ്ട് തടി കൂടുന്നുണ്ട്. സെഡ് ദ മദർ എലിഫൻറ്റ്. അമ്മ എലിഫൻറ്റ് അങ്ങനെ പറഞ്ഞു. ദേ വെൻറ്റ് ഫോർ എ ജോഗ്. അവരെല്ലാവരും ഒരു ജോഗിങ്ങിന് വേണ്ടി പോയി. വേർ ഡു പീപ്പിൾ ഗോ ഫോർ ജോഗിങ്? എവിടെ പീപ്പിൾ, ആൾക്കാരൊക്കെ ജോഗിങ്ങിന് എവിടെ പോവുക? വേർ ഡു പീപ്പിൾ ഗോ? എവിടെ പോവുക? നിയർ ബൈ പാർക്കിലൊക്കെ പോവും അല്ലേ? ഓക്കെ. ദ ഫാമിലി കെയിം ബാക്ക് ആഫ്റ്റർ എ റൺ. ദ കിഡ്സ് വെർ ടയേർഡ്. അവരൊക്കെ ഫാമിലി മൊത്തമായിട്ട് പോയിട്ട് ഓടിയിട്ട് തിരിച്ചു വന്നു അല്ലേ? കുട്ടികളെല്ലാവരും ടയേർഡാണല്ലേ? എൻ്റെ കുട്ടികളൊക്കെ ടയേർഡാണ്. ദ കിഡ്സ് ആർ ടയേർഡ്. വാട്ട് വിൽ ദ മദർ ഗീവ് ടു ദം? അമ്മ എന്തായിരിക്കും കൊടുക്കുക? അമ്മ എലിഫൻറ്റ് എന്തായിരിക്കും അവർക്ക് കൊടുക്കുക? അവരൊക്കെ ടയേർഡായി, അവർക്ക് ഫുഡ് കൊടുക്കണം അല്ലേ? എന്തായിരിക്കും കൊടുക്കുക? നോക്കാമല്ലോ. ഈസ് ടീ റെഡി മോം? ആസ്റ്റ് ഡെല്ല. ഡെല്ല എന്ന് പറഞ്ഞാൽ വേറൊരു എലിഫൻറ്റ് കുട്ടിയാണ്. എന്താ ഡെല്ല ചോദിച്ചത്? ഈസ് ടീ റെഡി? അമ്മേ ചായ റെഡിയായോ? ഈസ് ടീ റെഡി മോം ചോദിച്ചു. നോ ടീ ടുഡേ. ഇന്ന് ചായയൊന്നും ഇല്ല. ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ് സെഡ് ദ മോം. ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ്. എന്താ ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ മക്കളെ? ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പ്പ് അല്ലേ? ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ പാവയ്ക്കയാണ്. ഓക്കെ, ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ പാവയ്ക്കയാണ് കേട്ടോ. ബിറ്റർ ഗാർഡിൻ്റെ ജ്യൂസാണ് നമ്മളിന്ന് കുടിക്കാൻ പോകുന്നത്. ചായ ഒന്നും ഇല്ലയെന്ന് അമ്മ പറഞ്ഞു. ഓ മൈ ഗോഡ്, ഡെല്ല പുട്ട് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞിട്ട് ഡെല്ല എന്ത് ചെയ്തു? അവളുടെ കൈ തലയിൽ വെച്ചു. വാട്ട് ഈസ് റോങ് വിത്ത് മോം? അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഈ അമ്മയ്ക്ക് എന്താ പ്രശ്നം? ആസ് ദ ബേബി എലിഫൻറ്റ്. കുട്ടി എലിഫൻറ്റ് എന്താ ചോദിക്കുന്നത്? ഈ അമ്മയ്ക്ക് എന്താ പറ്റിയതല്ലേ? വാട്ട് ഈസ് റോങ് വിത്ത് മോം? അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് ബേബി എലിഫൻറ്റ്, കുട്ടി എലിഫൻറ്റ് ചോദിച്ചു. വിൽ ദ കിഡ്സ് ലൈക്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ്? വൈ? ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ബിറ്റർ ഗാർഡ്? പാവയ്ക്കേൻ്റെ ജ്യൂസ് അടിച്ചെന്ന് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാ? ഭയങ്കര കയ്പാണല്ലേ? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബിറ്റർ ടേസ്റ്റ്. ഓക്കെ, നോക്കൂ. ദ കിഡ്സ് വെൻറ്റ് ടു ദെയർ സ്റ്റഡി റൂം. കുട്ടികൾ, എലിഫൻറ്റ് കുട്ടികൾ എന്ത് ചെയ്തു? അവരവരുടെ പഠിക്കുന്ന റൂമിലേക്ക് പോയി, പഠനമുറിയിലേക്ക് പോയി. ദേ ഓൾ വെയർ ഹംഗ്രി. അവർക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? അവർ ഹോട്ടലും കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയോ? ആകെ ഒരു ബിറ്റർ ഗാർഡ് ജ്യൂസാണ് കിട്ടിയത്, പാവയ്ക്ക ജ്യൂസ് അല്ലേ? അതവർ കുടിച്ചിട്ടുണ്ടാവില്ല മേ ബി അല്ലേ, കയ്പായതുകൊണ്ട്. ഓക്കെ, ഇനി നോക്കി, എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? വേ ഹാസ് ദ ഫാദർ എലിഫൻറ്റ് ഗോൺ? അച്ഛൻ എലിഫൻറ്റ് എവിടെയാണ് പോയിട്ടുണ്ടാവുക? എവിടെയാണ് പോയിട്ടുണ്ടാവുക? നിങ്ങൾ പറഞ്ഞു നോക്കി. നിങ്ങളുടെയൊക്കെ അച്ഛൻ എവിടെയാണ് പോവുക? യെസ്, ജോലിക്ക് പോകുമല്ലേ? യെസ്, എന്തെങ്കിലുമൊക്കെ വർക്ക്, ജോലിയൊക്കെ ഉണ്ട്, പണിക്കൊക്കെ പോകും അവരല്ലേ അച്ഛൻ അല്ലേ? യെസ്. ഇനി നോക്കാം, നമുക്ക് കഥ വായിക്കാമല്ലോ. ലെറ്റ്സ് റീഡ്. ഓക്കെ. ലേറ്റ് ഇൻ ദ ഈവനിങ് ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. എന്താ പറയുന്നത്? ലേറ്റ് ഇൻ ദ ഈവനിങ്, വൈകുന്നേരം ആയപ്പോൾ ഫാദർ എലിഫൻറ്റ്, അച്ഛൻ എലിഫൻറ്റ്, കെയിം ഹോം ആഫ്റ്റർ വർക്ക്, ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഹീ സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ. എന്താണ്? ടി വി ഓണാക്കിയിട്ട്, സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ, ടി വി ഓണാക്കിയിട്ട് എന്ത് ചെയ്തു? സോഫയിനകത്ത് അവിടെ കിടന്നു. ലേ ഓൺ ദ സോഫ, സോഫയിൽ പതുക്കെ കിടന്നു. അപ്പോൾ അമ്മ എലിഫൻറ്റ് വരുന്നുണ്ടേ. എന്താ പറയുന്നത്? നോ ഡിയർ, പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി. നോ ഡിയർ, പറ്റില്ല, ടി വി കാണാൻ പറ്റുകയില്ല, ടി വി ഓഫ് ആയിക്കോ എന്ന് പറഞ്ഞു. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡൂ സം എക്സസൈസ്. നമുക്ക് പാർക്കിൽ പോയിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞു അമ്മ എലിഫൻറ്റ് അല്ലേ? സെഡ് ദ മദർ എലിഫൻറ്റ്. വൈ? ആസ് ദ ഫാദർ എലിഫൻറ്റ്. അതെന്താ അത് പെട്ടെന്ന് എക്സസൈസ് ചെയ്യേണ്ടത് എന്ന് അച്ഛൻ എലിഫൻറ്റ് ചോദിച്ചു. ഫോർ ബിക്കമിങ് തിന്നർ, ഷീ റിപ്ലൈഡ്. എന്തിനാണ്? ഫോർ ബിക്കമിങ് തിന്നർ. എന്താ തിന്നർ എന്ന് പറഞ്ഞാൽ? മെലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ, ചെറിയതാവാൻ, മെലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തിന്നർ, തിന്നറാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിന് എക്സസൈസ് ചെയ്യാൻ പോകുന്നതെന്ന് അമ്മ റിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കി അവിടെ ബോക്സിൽ. വാട്ട് വിൽ ദേ ഡൂ ഇൻ ദ പാർക്ക്? അവരെന്തായിരിക്കും പാർക്കിൽ ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ, നിങ്ങളൊക്കെ എന്താ പാർക്കിൽ പോയിട്ടാകുമ്പോൾ ചെയ്യുക? പറഞ്ഞു നോക്കുക എല്ലാവരും. ഓക്കെ, ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കണേ. അങ്ങനെ അവർ പാർക്കിൽ എക്സസൈസ് തുടങ്ങിയല്ലേ? നോക്കി, ചിത്രം നോക്കി എല്ലാവരും കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്യുന്നത് കണ്ടോ? എവ്രി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസസ്. എല്ലാ ദിവസവും ആ ഫാമിലി ഒരുപാട് എക്സസൈസുകൾ ചെയ്തു. സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ്, സിറ്റപ്സ്, സൈക്ലിംഗ്, എന്തൊക്കെ ചെയ്ത്? സ്ട്രെച്ചിങ്, ഇങ്ങനെ വലിഞ്ഞിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്തു. ഓക്കെ,
ആ അവിടെ ഒരു കുഞ്ഞ് എലിഫൻ്റ് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് വൺ കണ്ടോ? അവിടെ ഒരു ഷീറ്റൊക്കെ മാറ്റൊക്കെ വിരിച്ചിട്ട് അതാ കമന്ന് കിടന്നിട്ട് സ്ട്രെച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലേ. സ്ട്രെച്ചർ ഇങ്ങനെ വലിഞ്ഞ് ചെയ്യുന്ന എക്സസൈസിനൊക്കെ സ്ട്രെച്ചിങ് എന്ന് പറയും കേട്ടോ. ഇനി ബെൻഡിങ്. ബെൻഡ് എന്ന് വളഞ്ഞിട്ട് വളയോ ഒക്കെ ചെയ്യുന്നതിനാണ് ബെൻഡിങ് എന്ന് പറയാം. പിന്നെ എന്താ ജോഗിങ്. ജോഗിങ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കായ് നമ്മളിങ്ങനെ കൈ രണ്ട് മുമ്പോട്ട് പിടിച്ച് ചെറുതായിട്ട് ഓടുന്നതിനാണ് ജോഗിങ് എന്ന് പറയാം. സിറ്റപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൈ മുന്നോട്ട് പിടിച്ച് ഇരുന്ന് എഴുന്നേക്കുന്നതാണ് സിറ്റപ്സ്. പിന്നെ സൈക്ലിംഗ്. സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കുക അല്ലേ. അങ്ങനെ ഈ എക്സസൈസൊക്കെ അവർ ദിവസവും ചെയ്തു. എവ്രി വൺ ഗോട്ട് ടയേർഡ്. അവരൊക്കെ വല്ലാണ്ട് ക്ഷീണിച്ചു. ബട്ട് ദർ വാസ് നോ തിന്നിങ്. ഇത്രയും എക്സസൈസ് ചെയ്തിട്ടും അവർക്ക് ആർക്കും ഒരു മാറ്റമില്ല. അവരൊന്നും മെലിഞ്ഞിട്ടേ ഇല്ല. ദർ വാസ് നോ തിന്നിങ്. മെലിയുന്നേ ഇല്ല. ദിസ് വിൽ നോട്ട് വർക്ക്. വി കനോട്ട് ബി തിന്നർ. എന്താ പറഞ്ഞാൽ? ദിസ് വിൽ നോട്ട് വർക്ക്. ദിസ് വിൽ നോട്ട് വർക്ക്. ഇതെന്തായാലും നടക്കില്ല. ഈ സംഭവം എന്തായാലും നടക്കില്ല. വി കനോട്ട് ബി തിന്നർ. നമുക്ക് മെലിയാനൊന്നും പറ്റില്ല. എലിഫൻസ് ആർ ഓൾവേസ് ഫാറ്റ്. എന്താ പറയുന്നത്? എലിഫൻസ് ആർ ഓൾവേസ് ഫാറ്റ് സെഡ് ലൂക്ക്. ലൂക്ക് എന്താണ് പറയുന്നത്? ആനകൾ എപ്പോഴും തടിച്ചിട്ട് തന്നെ ഉണ്ടാവുക. ഈ എക്സസൈസ് ചെയ്തുകൊണ്ടൊന്നും നമ്മൾ മെലിയില്ല എന്ന് ലൂക്ക് പറഞ്ഞു. നോ നോ, വി മസ്റ്റ് ട്രൈ ഹാർഡർ സെഡ് ദ മദർ എലിഫൻറ്റ്. ഷീ വൈപ്ഡ് ഹെർ സ്വെറ്റ് വിത്ത് എ ടവൽ. എന്താ പറഞ്ഞത്? നോ നോ നോ, അത് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ഇനിയും ഹാർഡായി ട്രൈ ചെയ്തേ പറ്റുള്ളൂ. വി മസ്റ്റ് ട്രൈ ഹാർഡർ. നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ട്രൈ അല്ലേ, ഹാർഡറായിട്ട് ട്രൈ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അമ്മ. എന്നിട്ടോ ഷീ വൈപ്ഡ്. എന്താ വൈപ്ഡ് എന്ന് പറഞ്ഞാൽ? തുടച്ചു കേട്ടോ. വൈപ്ഡ് എന്ന് പറഞ്ഞാൽ തുടച്ചു. വൈപ്ഡ് ഹെർ സ്വെറ്റ്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ് കേട്ടോ. അവളൊരു ടവൽ കൊണ്ട്, അമ്മ എലിഫൻ്റ് ഒരു ടവൽ കൊണ്ട് വിയർപ്പ് തുടച്ചു. ഡു യു ലൈക്ക് തിൻ എലിഫൻസ്? മെലിഞ്ഞുണങ്ങിയ ആനേനെ കുറിച്ച് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ കാണാൻ രസം ഉണ്ടാവുമോ? ഇല്ല അല്ലേ. ഓക്കെ, ഇനി നോക്കൂ. കോക്കനട്ട്സ്, ബിറ്റർ ഗാർഡ്സ്, സാലഡ്സ് എവ്രി ഡേ. എല്ലാ ദിവസവും എന്താ ഭക്ഷണം? തേങ്ങയും പാവയ്ക്കയും പിന്നെന്താ സാലഡ് എന്ന് പറഞ്ഞാൽ കുറേ വെജിറ്റബിൾസൊക്കെ മുറിച്ചിട്ടുള്ള സാലഡ്സൊക്കെയാണ് ദിവസവും ഭക്ഷണം. ദ എലിഫൻറ്റ് കിഡ്സ് ഗോട്ട് ഫെഡ് അപ്പ് വിത്ത് ദ ഫുഡ്. എലിഫൻറ്റിൻ്റെ മക്കളൊക്കെ കുട്ടിയിൽ എലിഫൻസിനൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. ദേ ഗോട്ട് ഫെഡ് അപ്പ്. അവർ ടയേർഡായി ഇങ്ങനത്തെ ഫുഡ് കിട്ടി. വി വോണ്ട് ടേസ്റ്റി ഫുഡ്. ഞങ്ങൾക്ക് ടേസ്റ്റുള്ള ഫുഡ് വേണം. ദേ സെഡ് ടുഗെദർ. അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ടേസ്റ്റി ഫുഡ് വേണമെന്ന് പറഞ്ഞു. ദെൻ ദ ഡോർ ബെൽ റാങ്. അന്നേരം ഡോർ ബെല്ല് ആരോ അടിച്ചു അല്ലേ. ഡോർ ബെൽ റാങ്. ആരോ ഡോർ ബെൽ അടിച്ചു. അവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ ഈസ് അറ്റ് ദ ഡോർ? ആരാണ് അവിടെ ഡോറിൻ്റെ അടുത്ത് വന്നത്? നമുക്ക് നോക്കാമല്ലോ ആരോ വന്ന്. ഓക്കെ, ലെറ്റ്സ് റീഡ്. ദ ഡോർ ബെൽ റാങ്. ഡോർ ബെല്ല് അടിച്ചു. ദ മദർ എലിഫൻറ്റ് ഓപ്പൺ ദ ഡോർ. അമ്മ എലിഫൻറ്റ് പോയിട്ട് വാതിൽ തുറന്നു. ഹിയർ ഈസ് എ പാർസൽ ഫോർ യു. ദ എലിഫൻറ്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെഡ്. വേറൊരു എലിഫൻ്റാണ് വന്നതല്ലേ. അവിടെ ഒരു എലിഫൻറ്റ് വന്നിട്ട് പറഞ്ഞു ദാ നിങ്ങൾക്കൊരു പാർസൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുള്ള ഒരു ബോക്സ് അമ്മയുടെ കയ്യിലേക്ക്, അമ്മ എലിഫൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ. ആരുടെ നിന്ന് കിട്ടിയതാണ്? ഗ്രാൻഡ് മദർ അല്ലേ. ഗ്രാൻഡ് മദർ, അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയാണ് ഗ്രാൻഡ് മദർ എന്ന് പറയാം. അവരുടെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു പാർസലാണ് അതിൻ്റെ അകത്ത്. ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ. വാട്ട് ഈസ് ഇൻസൈഡ്? എവ്രി വൺ സ്റ്റേഡ് അറ്റ് ദ ബോക്സ്. എന്താ അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറിച്ച് നോക്കി. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കി കേട്ടോ. ഈ ബോക്സിലേക്ക് തന്നെ തുറിച്ച് നോക്കി എന്താ അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് എല്ലാവരും ബോക്സിലേക്ക് തുറിച്ച് നോക്കി. ദ ഫാദർ ഓപ്പൺ ദ പാർസൽ. അച്ഛൻ എന്ത് ചെയ്തു? ആ പാർസൽ ഓപ്പൺ ചെയ്തു. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാക്കറ്റ്? എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക? ഒന്ന് ഗസ് ചെയ്ത് നോക്കുന്നു എല്ലാവരും. നോക്കണം കേട്ടോ, പറഞ്ഞു നോക്കണം എന്നിട്ട് എന്താ ഉണ്ടാവുക എന്നുള്ളത്. വാവ്, എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. എന്താ പറയുന്നത് നോക്കൂ. കുട്ടികൾ ഭയങ്കര സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? ആ പാർസൽ വന്നതിനകത്തൊരു കേക്കാണ് ഉണ്ടായിരുന്നത് അല്ലേ. അവർ കുറേ നാളായിട്ട് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡൊക്കെ കഴിച്ച് കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് കേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് സന്തോഷമായിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. ഒന്നുകൂടെ വായിച്ച് നോക്കൂ. വാവ്, എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. ഓക്കെ, സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്തു. വാട്ട് എ സ്വീറ്റ് സ്മെൽ. എന്ത് നല്ല മണമാണ്. ഐഷ് എന്ന് പറയലാണ്. ഓക്കെ, ലൂക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക്. എന്താ ട്രങ്ക് എന്ന് പറഞ്ഞാൽ? തുമ്പിക്കൈ. ലൂക്ക് എന്ത് ചെയ്തു? അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആ കേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു വാട്ട് എ സ്വീറ്റ് സ്മെൽ. എന്ത് രസമുള്ള മണമാണ്. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല സെഡ്.
ഡെല്ല എന്താ പറഞ്ഞത്? ഓഹ് അതിൻ്റെ ഒരു കളറ് നോക്കുമെന്ന്. ലൂക്ക് പറഞ്ഞു അതിൻ്റെ എന്താ മണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡെല്ല പറഞ്ഞു അതിൻ്റെ കളറ് നോക്കുമെന്ന്. അടുത്തയാൾ എന്താ പറയുന്നത്? ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്, ബ്രൗൺസ് ആഡഡ്. ബ്രൗൺ എന്താ പറഞ്ഞത്? അതിൻ്റെ മേലൊക്കെ ഫ്ലവേഴ്സും ഉണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ കേക്ക് അങ്ങനത്തെ അല്ലേ? ആ. മോം പ്ലീസ് കട്ട് ഇറ്റ്, ഐ വോണ്ട് കേക്ക് നൗ, ദ ബേബി എലിഫൻറ്റ് ക്രൈഡ്. എന്ന് വെച്ചാൽ ബേബി എലിഫൻറ്റ് പറയാണ്, അമ്മയെ വേഗം കേക്ക് കട്ടി, എനിക്ക് ഇപ്പോൾ കേക്ക് തിന്നണമെന്ന് ഒച്ചത്തിൽ ബേബി എലിഫൻറ്റ് ഒച്ചത്തിൽ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദ മദർ കെയിം നിയർ, ഷീ സ്മെൽഡ് ദ കേക്ക്. അമ്മ അടുത്ത് വന്നിട്ട് കേക്ക് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കി. എന്നിട്ട് നോക്കാമല്ലോ എന്താ പറ്റുകയെന്നല്ലേ. വാട്ട് വിൽ ദ മദർ ഡു? അമ്മ എന്താ ചെയ്തത്? ഷീ കെയിം നിയർ ദ കേക്ക് ആൻഡ് സ്മെൽഡ് ദ കേക്ക് അല്ലേ. സ്മെൽഡ് ദ കേക്ക്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുക അടുത്ത സ്റ്റോറിയിൽ നോക്കാം, അടുത്ത പേജിൽ നോക്കാമല്ലോ. ഇറ്റ് ഈസ് യമ്മി ബട്ട് എന്താ പറയുന്നത്? നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കാണാനൊക്കെ അല്ലേ. ടേസ്റ്റൊക്കെ ഉണ്ട്, മണവും ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, യമ്മിയാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിർത്തി. എവ്രിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. എല്ലാവരും അമ്മേനെ തന്നെ നോക്കാൻ തുടങ്ങി. അമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് പേടിച്ചിട്ട് എല്ലാവരും അമ്മയെ നോക്കി. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്, നമ്മളിത് തിന്നുന്നില്ല. എന്താ പറയുന്നത്? വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്, നമ്മളിത് തിന്നുന്നില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റ്സ്, ദ മദർ സെഡ്. എന്താ പറഞ്ഞത്? നമ്മളിത് തിന്നുന്നില്ല, നമ്മളിത് എന്താണ് എടുത്ത് വെക്കാൻ പോവുകയാണല്ലേ, നമുക്കിത് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കാം. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാമെന്നും പറഞ്ഞ് അമ്മ ഗസ്റ്റുകൾക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് അതെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അവർ തടി കുറയ്ക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യലാണല്ലേ, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. വാട്ട് വിൽ ദ എലിഫൻറ്റ് കിഡ്സ് ഡു നൗ? ഇനിയിപ്പോൾ എന്താ എലിഫൻറ്റിൻ്റെ മക്കൾ ചെയ്യുക? ഓക്കെ, എന്നിട്ട് നോക്കിയേ. ഓൾ വെയർ തിങ്കിങ് അബൌട്ട് ദ സ്വീറ്റ് കേക്ക്. എല്ലാവരും ആ സ്വീറ്റ് കേക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ദ ടോക്ഡ് അബൌട്ട് ദ കേക്ക് ദ ഹോൾ ഡേ. ദ ടോക്ഡ് അബൌട്ട് ദ കേക്ക് ദ ഹോൾ ഡേ. അവർ ആ ദിവസം മുഴുവൻ ആ കേക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നിങ്ങളോട് ചോദിക്കലാണ്, വാട്ട് വിൽ ദ ടോക്ക് അബൌട്ട് ദാറ്റ് കേക്ക്? അവരെന്തായിരിക്കും കേക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക? വാട്ട് വിൽ ദ ടോക്ക് അബൌട്ട് ദ കേക്ക്? എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞൊക്കെ, നിങ്ങൾക്കൊരു കേക്ക് കിട്ടി, എന്നിട്ട് അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനെക്കുറിച്ച് പറയുക? എന്ത് ടേസ്റ്റുള്ള കേക്കായിരിക്കും അല്ലേ, നല്ല രുചിയുണ്ടാവുമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെയല്ലേ പറയുക. ഓക്കെ, നമുക്കിനി നോക്കാമല്ലോ, സ്റ്റോറി നോക്കാമല്ലോ. ആഫ്റ്റർ സപ്പർ ഓൾ വെൻ ടു ബെഡ്. എന്താ പറയുന്നത്? ആഫ്റ്റർ സപ്പർ. എന്താ സപ്പർ എന്ന് പറഞ്ഞാൽ? അത്താഴം കേട്ടോ. സപ്പർ എന്ന് പറഞ്ഞാൽ അത്താഴം. ആഫ്റ്റർ സപ്പർ, അത്താഴം കഴിച്ചതിന് ശേഷം എല്ലാവരും കിടക്കാൻ പോയി. ഓൾ വെൻ ടു ബെഡ്. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റേഴ്സ്? ദ ബേബി എലിഫൻറ്റ് ആസ്റ്റ്. ഇനി എപ്പോഴാണ് ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിൽ വരിക എന്ന് ബേബി എലിഫൻറ്റ് ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? ഗസ്റ്റ് വന്നാൽ മാത്രമേ അവർക്ക് കേക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് അല്ലേ. യെസ്. വൈ ഡു യു വോണ്ട് എ ഗസ്റ്റ്? ബ്രൗൺ ആസ്റ്റ്. എന്തിനാ ഗസ്റ്റ്? ആരാ ചോദിച്ചത്? ബ്രൗൺ ചോദിച്ചു. വൈ ഡു യു നീഡ് എ ഗസ്റ്റ്? വൈ ഡു യു വോണ്ട് എ ഗസ്റ്റ്? മോം വിൽ കട്ട് ദ കേക്ക് ദെൻ സെഡ് ദ ബേബി എലിഫൻറ്റ്. എന്താ പറഞ്ഞത്? ഗസ്റ്റ് വന്നാൽ അമ്മ കേക്ക് കട്ട് ചെയ്യുമല്ലോ എന്ന് ബേബി എലിഫൻറ്റ് പറഞ്ഞു. മോം വിൽ കട്ട് ദ കേക്ക് ദെൻ സെഡ് ദ ബേബി എലിഫൻറ്റ്. ഓക്കെ. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്, ലൂക്ക് സെഡ്. ലൂക്ക് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്. അതൊരു സ്പോഞ്ചിൻ്റെ പോലത്തെ കേക്കാണ്, സ്പോഞ്ച് പോലത്തെ കേക്കാണ്, സ്പോഞ്ച് കേക്കാണ് അല്ലേ. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. ഡെല്ല ലിക്ഡ് ഹെർ ലിപ്സ്. അങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ ചുണ്ടത്തിങ്ങനെ വരച്ചിട്ട് പറഞ്ഞു. ഡെല്ല എന്താ പറഞ്ഞത്? ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്, അതിൻ്റെ മേലെയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയത് ഷുഗർ കൊണ്ടാണ്, പഞ്ചസാര കൊണ്ടാണെന്ന് ഡെല്ല ഇങ്ങനെ കൊതി വിട്ടുകൊണ്ട് പറഞ്ഞു. എവ്രി വൺ തോട്ട് അബൌട്ട് ദാറ്റ് കേക്ക്. ദേ കുഡിൻ സ്ലീപ്പ്. എല്ലാവരും ആ കേക്കിനെ കുറിച്ച് തന്നെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഓക്കെ, ഇനി ആ ബോക്സിൽ എന്താ ചോദ്യം? വിൽ ദ മദർ ഗീവ് ദം ദ കേക്ക്? ആ അമ്മ അവർക്ക് കേക്ക് കൊടുക്കുമായിരിക്കുമോ? എലിഫൻ്റ് അമ്മ കൊടുക്കുമായിരിക്കുമോ കേക്ക്? എന്നിട്ടോ? ദ മദർ എലിഫൻറ്റ് ടു വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്. എന്താ പറയുന്നത്? ദ മദർ എലിഫൻറ്റ് ടു വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്. അമ്മ എലിഫൻറ്റിനും
വളരെ ഇങ്ങനെ എന്താണ് ഈഗറായിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു, അങ്ങനെ കൊതി വരുന്നുണ്ടായിരുന്നു കേക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലേ. കാണുമ്പോൾ അത്ര യമ്മി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അമ്മ എലിഫൻറ്റിനും കേക്ക് തിന്നണം തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അറ്റ് മിഡ് നൈറ്റ് ഷി ഗോട്ട് അപ്പ്. പാതിരാത്രി ആയപ്പോൾ, മിഡ് നൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ പാതിരാത്രി ആയപ്പോൾ അല്ലേ. ഷി ഗോട്ട് അപ്പ്, അമ്മ പതുക്കെ എഴുന്നേറ്റു. ഓൾ ആർ സ്ലീപ്പിംഗ് ഷി തോട്ട്. അമ്മ എലിഫൻ്റ് എന്താ വിചാരിച്ചാൽ എല്ലാവരും ഉറങ്ങലാണ് എന്ന് പറഞ്ഞ് അമ്മ എലിഫൻ്റ് പതുക്കെ എഴുന്നേറ്റു. ഷി വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. അമ്മ പതുക്കെ, ക്വയറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ, ഒച്ചയുണ്ടാക്കാതെ ഒക്കെ പതുക്കെ എന്ത് ചെയ്തു, കിച്ചണിലേക്ക് നടന്നു. ക്വയറ്റ്ലി എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കാതെ, നിശബ്ദമായിട്ട്. ഓക്കെ. സ്ലോലി ഷി ഓപ്പൺ ദ ഫ്രിഡ്ജ് ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്. അമ്മ എന്ത് ചെയ്തു, സ്ലോലി വളരെ പതുക്കെ, ഷി ഓപ്പൺഡ് ദ ഫ്രിഡ്ജ് പതുക്കെ തുറന്നു, ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ് പുറത്തെടുത്തു. വാവ്, വാട്ട് എ സ്വീറ്റ് സ്മെൽ. ഓഹ്, അത് പുറത്തെടുത്തപ്പോൾ തന്നെ എന്തൊരു മണമാണ്. വാവ്, എന്തൊരു മണമാണ്. വാട്ട് എ സ്വീറ്റ് സ്മെൽ. ഷി ക്ലോസ്ഡ് ഹെർ ഐസ്. എന്നിട്ടോ കണ്ണൊക്കെ ഇറുക്കി അടച്ച് എൻജോയ്ഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ദ കേക്ക്. ആ കേക്കിൻ്റെ മണം ഇങ്ങനെ മണത്തെടുത്തു, കണ്ണടച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്തു മൂക്കിലേക്ക്, കണ്ണടച്ച് പിടിച്ചിട്ട്. ഓക്കെ. ഹെർ മൗത്ത് വാട്ടേഡ്. അവളുടെ വായിൽ വെള്ളം വന്നു. ആരുടെ? അമ്മ എലിഫൻറ്റിൻ്റെ വായിൽ വെള്ളം വന്നു. വിൽ എനിബഡി സീ ഹെർ? അവളെ ആരെങ്കിലും കാണുമായിരിക്കുമോ? അമ്മ എലിഫൻറ്റിനെ ആരെങ്കിലും കാണുമായിരിക്കുമോ? വിൽ ഷീ ഈറ്റ് ദ ഹോൾ കേക്ക്? അമ്മ എലിഫൻ്റ് ആ കേക്ക് മുഴുവൻ തിന്നുമായിരിക്കുമോ? ഓക്കെ, നമുക്ക് ഗസ് ചെയ്യാം. നിങ്ങൾ ഗസ് ചെയ്ത് നോക്ക് എന്താ പറ്റുക എന്നുള്ളത്, നിങ്ങൾ ഗസ് ചെയ്ത് നോക്കുക. ഓക്കെ. എന്നിട്ട് നോക്കൂ. ദ മദർ ഓപ്പൺ ദ പാക്കറ്റ്. മദർ എന്ത് ചെയ്തു? അമ്മ ഓപ്പൺ ചെയ്തു. ദ മദർ ഓപ്പൺ ദ പാക്കറ്റ്. ഓപ്പൺ ദ പാക്കറ്റ്. അലാസ്, ദർ വാസ് ഓൺലി വൺ പീസ് ലെഫ്റ്റ്. എന്താ പറയുന്നത്? അയ്യോ. അലാസ് എന്ന് പറഞ്ഞാൽ അയ്യോ, കഷ്ടം എന്നൊക്കെ പറയില്ലേ, അതാണ് അലാസ്. ദർ വാസ് ഓൺലി വൺ പീസ് ലെഫ്റ്റ്. ഒരു കഷ്ണം മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. വേർ ആർ ദ അതർ പീസസ്? ഹൂ എയ്റ്റ് ദം? അപ്പോൾ അമ്മ ചിന്തിക്കലാണ്, ബാക്കിയുള്ള പീസൊക്കെ എവിടെ പോയി? ഇതിൻ്റെ അകത്ത് കുറേ വലിയ കേക്ക് ആയിരുന്നില്ലേ, ഇതിൻ്റെ ബാക്കി പീസ് മുഴുവൻ എവിടെ പോയി? ആരൊക്കെ തിന്നിട്ടുണ്ടാവുമോ എന്ന് അമ്മ ആലോചിക്കാൻ തുടങ്ങിയല്ലേ. അമ്മ ഇടയിൽ വന്ന് നോക്കുമ്പോഴേ കയ്യിൽ ഒരു പീസേ ഉള്ളൂ. എനിവേ, ഐ വിൽ ഈറ്റ് ദിസ്. ഓക്കെ, എന്തായാലും ശരി, ഞാൻ ഏതായാലും ഇത് തിന്നില്ലാന്ന് വിചാരിച്ചു. ഓക്കെ, അമ്മ തീരുമാനിച്ചു. ഷി ടുക്ക് ദ ലാസ്റ്റ് പീസ് ഫ്രം ദ പാക്കറ്റ്. ആ അവസാനത്തെ ഒരു പീസ് ഉള്ളത് അമ്മ എന്ത് ചെയ്തു? ആ പാക്കറ്റിൻ്റെ അന്ന് പതുക്കെ പുറത്തെടുത്തു. ഗോട്ട് യു. സഡൻലി ഷി ഹേർഡ് എ വോയിസ്. ഗോട്ട് യു, പിടിച്ചേന്നല്ലേ. അയ്യോ പിടിച്ചേ, അയ്യടാ പിടിച്ചേന്ന് പറയില്ലേ, പിടിച്ചേന്നൊക്കെ പറയില്ലേ. നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോൾ പുറകെ നമ്മൾ കണ്ടുപിടിച്ചേന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് പിടിക്കില്ലേ, അതിനാണ് ഗോട്ട് യു എന്ന് പറയുക. ഓക്കെ. ഗോട്ട് യു. സഡൻലി ഷി ഹേർഡ് എ വോയിസ്. അമ്മ എന്തോ ഒരു സൗണ്ട് കേട്ടു, ഗോട്ട് യു എന്ന് പറഞ്ഞിട്ട്. ആരാ പറഞ്ഞത് നമുക്ക് നോക്കാം അല്ലേ. ഗോട്ട് യു. സഡൻലി ദ മദർ എലിഫൻറ്റ് ഹേർഡ് എ വോയിസ്. ഹൂ സെഡ് ദാറ്റ്? ബോക്സിലെ ക്വസ്റ്റ്യൻ കണ്ടോ? ആരാ പറഞ്ഞിട്ടുണ്ടാവുക? നോക്കാം നമുക്കല്ലേ. ദ മദർ എലിഫൻറ്റ് ടേൺഡ് ദ ലൈറ്റ് ഓൺ. അമ്മ എലിഫൻറ്റ് എന്ത് ചെയ്തു? ലൈറ്റ് ഓൺ ചെയ്തു. ദ മദർ എലിഫൻറ്റ് ടേൺഡ്, TURNED, ടേൺഡ് ദ ലൈറ്റ് ഓൺ ചെയ്തു. ദ ഫാദർ ആൻഡ് ദ കിഡ്സ് വെയർ അണ്ടർ ദ ടേബിൾ. ആരൊക്കെയുള്ളത്? അച്ഛനും മക്കളും ഒക്കെ എവിടെയുണ്ട്? മേശക്കടിയിലുണ്ട്. ദ ഫാദർ ആൻഡ് ദ കിഡ്സ് വെയർ അണ്ടർ ദ ടേബിൾ. ദേ വെർ ഓൾ ഈറ്റിംഗ് ദ കേക്ക്. അവരെന്തായിരുന്നു അവിടെ ചെയ്യുന്നത്? അച്ഛനും മക്കളൊക്കെ എന്തായിരുന്നു അവിടെ ചെയ്യുന്നത്? ദേ വെർ ഓൾ ഈറ്റിംഗ് ദ കേക്ക്. എന്നിട്ടോ യു ഓൾ ഹിയർ, ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്. അമ്മ എന്താ പറയുന്നത്? യു ഓൾ ഹിയർ, നിങ്ങളെല്ലാവരും എവിടെ ഇരിക്കുകയാണോ? എന്നിട്ടോ അമ്മയാകെ ചമ്മിപ്പോയി അല്ലേ. എന്നിട്ട് പറയലാണ്, ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്. ഞാൻ വന്നത് കള്ളനെ പിടിക്കാനാണെന്നിങ്ങനെ പരിങ്ങി പറയലാണ് അമ്മ. ഓക്കെ. അമ്മേൻ്റെ കള്ളത്തിന് മക്കൾ കണ്ടുപിടിച്ചു അല്ലേ, അച്ഛനും മക്കളും കണ്ടുപിടിച്ചു. അപ്പോൾ അമ്മ ചമ്മിപ്പോയി. ദ മദർ സെഡ് വിത്ത് എ ഷൈ സ്മൈൽ. അമ്മ ഒരു കള്ളച്ചിരിയോടെ, നാണച്ചിരിയോടെ അല്ലേ. ഷൈ എന്ന് പറഞ്ഞാൽ നാണത്തോടു കൂടി അമ്മ പറഞ്ഞു, എന്താണ്, ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ബട്ട് വി കോട്ട് ദ തീഫ്. ഡെല്ല ലാഫ്ഡ് അലൗഡ്. എന്താ പറഞ്ഞത്? പക്ഷേ ഞങ്ങളാണ് കള്ളനെ പിടിച്ചത് എന്ന് ഡെല്ല ഒച്ചത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ. അമ്മയാണ് റിയലി ഒറ്റയ്ക്ക് വന്ന് കട്ട് തിന്ന പോലെ ചെയ്തത് അല്ലേ. ബാക്കി അവരൊക്കെ ഗ്രൂപ്പായിട്ടാണ് വന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ
കള്ളന്മാരെ പിടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഡെല്ല പറഞ്ഞു, പക്ഷേ വി കോട്ട് ദ തീഫ്, ഞങ്ങളാണ് കള്ളനെ റിയലി പിടിച്ചതെന്ന് ഡെല്ല പറഞ്ഞു. ഓക്കെ, ഇനി എന്താ ബോക്സിലെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വിൽ ദ മദർ ഡു നൗ? ഇനിയിപ്പോൾ അമ്മ എന്താ ചെയ്യാതിരിക്കുക? ഓക്കെ, തീഫ് എന്ന് പറഞ്ഞാൽ കള്ളനാണ് മക്കളെ, തീഫ്സ് എന്ന് പറഞ്ഞാൽ കള്ളന്മാർ. ഓക്കെ, തീഫ് എന്നുള്ളത് സിംഗുലറാണ്, തീഫ്. അതിൻ്റെ പ്ലൂറലാണ് തീഫ്സ്, THIEVES, തീഫ്സ്, കള്ളന്മാർ. ഓക്കെ, അവിടെ ടീച്ചർ റെഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നോക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് എന്താ പറ്റിയത്? മദർ എയ്റ്റ് ദ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് വിത്ത് എ സ്മൈൽ. അമ്മ ചിരിച്ചുകൊണ്ട് ആ കേക്കിൻ്റെ ലാസ്റ്റ് പീസ് അമ്മ കഴിച്ചു. മോം, ഡോണ്ട് യു വോണ്ട് ടു ബി തിൻ? ആസ്ക്ഡ് ദ ബേബി എലിഫൻറ്റ്. എന്താ ചോദിച്ചത് ബേബി എലിഫൻറ്റ്? അമ്മേ, മോം, ഡോണ്ട് യു വാണ്ട് ടു ബി തിൻ? അമ്മയ്ക്ക് മെലിയണ്ടേ എന്ന് ആര് ചോദിച്ചു? ബേബി എലിഫൻറ്റ് ചോദിച്ചു. യെസ്, ഓഫ് കോഴ്സ്. യെസ്, എനിക്ക് മെലിയൊക്കെ വേണം. ഓഫ് കോഴ്സ് എനിക്ക് മെലിയണം. വി വിൽ ഈറ്റ് കേക്ക്സ് ടുഡേ. നമുക്കിന്ന് കേക്ക് തിന്നാം, ഇന്ന് നമുക്ക് എന്തായാലും കേക്ക് തിന്നാം. ആൻഡ് ടുമോറോ വി വിൽ വർക്ക് ഔട്ട് ഈവൺ ഹാർഡർ, ദ മദർ സെഡ്. എന്താ പറഞ്ഞത്? എനിക്കെന്തായാലും തടി കുറയ്ക്കണം, നമുക്ക് ഇന്ന് കേക്ക് തിന്നാം, എന്നിട്ട് നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനേക്കാളും ഹാർഡായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം എന്ന് ആര് പറഞ്ഞു? അമ്മ എലിഫൻറ്റ് പറഞ്ഞു. കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി സെഡ് ദ ബേബി എലിഫൻറ്റ്. എന്താ പറഞ്ഞത്? കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അല്ലേ, നമ്മൾ പരസ്യം കേൾക്കുന്നില്ലേ, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന്? അതുപോലെ ബേബി എലിഫൻറ്റ് പറയലാണ്, കേക്ക് ഈസ് ദ കേക്കാണ് എൻ്റെ എനർജിയുടെ രഹസ്യം എന്ന് ബേബി എലിഫൻറ്റ് പറഞ്ഞു. എവ്രി വൺ ലാഫ്ഡ് ആൻഡ് വെൻറ്റ് ടു ബെഡ്. എല്ലാവരും ഒച്ചത്തിൽ ചിരിച്ച് സന്തോഷത്തോട് ചിരിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോയി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആ കഥ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കഥ അല്ലേ? ഓക്കെ, അച്ഛൻ എലിഫൻറ്റും അമ്മ എലിഫൻറ്റും 4 കുഞ്ഞ് എലിഫൻറ്റുകളും മക്കളുടെയും കഥയാണിത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലൊക്കെ നോക്കാമല്ലോ മക്കളെ. എന്താണ്? ഇഫ് യു മീറ്റ് ആൻ എലിഫൻറ്റ്. നിങ്ങളൊരു എലിഫൻറ്റിനെ കണ്ടാൽ എന്താ ചെയ്യുക? ഇഫ് യു മീറ്റ് ആൻ എലിഫൻറ്റ്. If you meet an elephant on a sunny day, what would you do? What would you do? ഒരു നല്ല വെയിലുള്ള ദിവസം ഒരു എലിഫൻറ്റിനെ കണ്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. I would say good morning elephant, how do you do? ഞാൻ എന്താ പറയുക? I would say, ഞാൻ എന്താ പറയുക? ഞാൻ പറയും ഗുഡ് മോർണിംഗ് എലിഫൻറ്റ് അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഗുഡ് മോർണിംഗ് പറയുന്നിട്ടേക്കും നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. I am glad to meet you elephant എന്നും കൂടി പറയും. എന്താ പറയുക? I am glad to meet you. എനിക്ക് നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ആനെ എന്നും കൂടി ഞാൻ പറയും. I would like to dance with you എന്ന് പറയും. വേറെ എന്താ പറയുക? എനിക്ക് നിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയും അല്ലേ? എന്നിട്ടോ അടുത്ത എന്താ പറയുന്നത്? ഇഫ് യു മീറ്റ് എ പാരറ്റ് ഓൺ എ റെയിനി ഡേ. പാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തത്ത. ഓക്കെ, ഇഫ് യു മീറ്റ് എ പാരറ്റ്. നമ്മളൊരു പാരറ്റിനെ ഒരു മഴയുള്ള ദിവസം കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും? വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കലാണ്. എന്താ ചെയ്യുക? ഐ വുഡ് സേ, ഞാൻ പറയും. എന്താ പറയുക? ഗുഡ് മോർണിംഗ് പാരറ്റ്, ഹൗ ഡു യു ഡു? തത്തമ്മേ, ഗുഡ് മോർണിംഗ്, നീ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കും. ഹൗ ആർ യു എന്ന് ചോദിക്കും അല്ലേ? ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു പാരറ്റ്, ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു എന്ന് പറയും. എലിഫൻറ്റിനോട് പറഞ്ഞത് തന്നെ അല്ലേ? എനിക്ക് നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ ഡാൻസ് കളിക്കണമെന്നാണ് പാരറ്റിനോട് പറയുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു പോയമാണത്. ഓക്കെ, അത്രയേ ഉള്ളൂ അത്. ഓക്കെ, ഇനി ചെറിയൊരു ആക്ടിവിറ്റിയാണ്. നോക്കൂ. അറേഞ്ച് ദ ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ പ്രോപ്പർ ഓർഡർ. ഓക്കെ, താഴെ കുറച്ച് ഈവൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിനെ പ്രോപ്പർ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കൂ. ഗ്രാൻഡ്മ സെൻഡ് എ കേക്ക് ടു ദ എലിഫൻറ്റ് ഫാമിലി. എന്താണ് ആദ്യത്തത്? ഗ്രാൻഡ്മ എലിഫൻറ്റ് എലിഫൻറ്റ് ഫാമിലിക്ക് ഒരു കേക്ക് സെൻഡ് ചെയ്തു. ഓക്കെ, അവിടെ 1 തൊട്ടിട്ട് കണ്ടോ? ഇനി 2 നോക്കൂ. ദ എലിഫൻറ്റ് കിഡ്സ് വാണ്ടഡ് ടു ഈറ്റ് ദ കേക്ക്. അവിടെ 2 തൊട്ടിട്ടുണ്ട്. എലിഫൻറ്റിൻ്റെ മക്കൾക്ക് ആ കേക്ക് തിന്നണമെന്ന് തോന്നി. ഇനിയോ 3 എന്താ? ബട്ട് ദ മദർ കെപ്റ്റ് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അമ്മ എലിഫൻ്റ് ആ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. 4-മത്തത് അറ്റ് നൈറ്റ് ദ ഫാദർ എലിഫൻറ്റ് ആൻഡ് ദ കിഡ്സ് ടുക്ക് ദ കേക്ക് ആൻഡ് എയ്റ്റ് ഇറ്റ്. അവർ അച്ഛനും മക്കളും രാത്രിയായപ്പോൾ കേക്കൊക്കെ എടുത്ത് തിന്നു അല്ലേ? കേക്ക് എടുത്ത് തിന്നു. 5-മത്തത് ദ മദർ എലിഫൻറ്റ് വാക്ക്ഡ് ക്വയറ്റ്ലി ടു ദ കിച്ചൺ. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ അമ്മ എലിഫൻറ്റ് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോകുന്നത് അല്ലേ? അതാണ് 5-മത്തത്. 6 വി കോട്ട് ദ തീഫ്. ഡെല്ല ലാഫ്ഡ് അലൗഡ്. ഒച്ചത്തിൽ ഡെല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കള്ളനെ പിടിച്ചേ എന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ അമ്മ എലിഫൻറ്റ് ഷൈ ആയി അല്ലേ, നാണം കിട്ടും. അതാണ് ഏഴാമത്തെ സെൻറ്റൻസ്. എന്താണത്? ദ മദർ ഫെൽറ്റ് അഷേംഡ്. അതാണ് ഏഴാമത്തെ സെൻറ്റൻസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ചെറിയൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ഈ പാഠം ഒരു നല്ല രസമുള്ള ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ സീ യു മക്കളെ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടീച്ചറുടെ ചാനൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സും മിസ്സാവാണ്ട് കിട്ടും കേട്ടോ. ഓക്കെ, ബൈ മക്കളെ. സീ യു.